കൽപ്പറ്റ കോട്ടത്തറയിൽ UDF കൺവെൻഷനിടെ കയ്യാങ്കളി. പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക ലീഗ് നേതാക്കളിൽ ചിലരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, എന്താണ് അവിടെ സംഭവിച്ചത്? ആര്യ, റീജിത്ത, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ കോട്ടത്തറ, അതായത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ UDF കൺവെൻഷനിടെയാണ് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് സംഘർഷം ഉണ്ടായത്. കമ്മിറ്റി ഭാരവാഹികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളിൽ ചിലരെ പുതിയ കമ്മിറ്റി, അതായത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനു ശേഷം ചേരുന്ന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ നടന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതാണ് തർക്കത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം പ്രവർത്തകർ യോഗത്തിൽ ബഹളം വെക്കുകയും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് പോവുകയുമായിരുന്നു. ഒടുവിൽ കയ്യാങ്കളിക്ക് പിന്നാലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഒഴിവാക്കപ്പെട്ട നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ മണ്ഡലത്തിൽ ടി സിദ്ദിഖ് MLA ആണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിയോജക മണ്ഡലത്തിലെ കോട്ടത്തറയിൽ വെച്ച UDF കൺവെൻഷനുടെ ഇത്തരത്തിലൊരു നാടകീയമായ രംഗങ്ങൾ ഉണ്ടായത്. ഏതായാലും UDFന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവർ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുള്ളതെന്നാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ആര്യ, റീജിത്ത്. ഓക്കെ, ദീപക് മോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ കോട്ടത്തറയിൽ UDF കൺവെൻഷനിടെയാണ് ഈ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് ഈ സംഘർഷമുണ്ടായത്. പ്രാദേശിക ലീഗ് നേതാക്കളിൽ ചിലരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കം.